കെ.സി. വേണുഗോപാലിനെ പ്രൊപ്പപ്പ് ചെയ്യുന്നതിലൂടെ പലരും ചില സാധ്യതകൾ കാണുന്നു. ഇത് നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തീയതി, കാരണം നമ്മൾ പറയും ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുന്നത് ശരിയല്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്മൃതി. പക്ഷേ ഇമാജിൻ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം കൃത്യമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നു എന്ന് കൂട്ടുക. അപ്പോൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിക്കും. അപ്പോൾ 2 പേരുകളാണ് സ്വാഭാവികമായി വരാനുള്ളത്, രമേശ് ചെന്നിത്തലയും VD സതീശനും. ഈ 2 പേർക്കും അനുകൂലമായി കുറെ പേരുകളൊക്കെ പറയും. പക്ഷേ ഇവരിൽ മിക്കവരും പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഓപ്ഷൻ ആവശ്യമാണ്. ആ ഓപ്ഷൻ ഭംഗിയായി അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് ഈ ഓപ്ഷൻ? അപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ പേര് പലരും പറയും. കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കെ.സി. വേണുഗോപാൽ വഹിച്ച പങ്ക് പലരും നന്ദിയോടുകൂടി ഓർക്കാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അപ്പൊ കെ.സി. വേണുഗോപാലിന്റെ ഹാൻഡ് പിക്ഡ് ആയ ചില ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ നല്ല പങ്ക് ജയിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നിയമസഭാ കക്ഷിയിൽ രഹസ്യ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിന്റെ പേര് കൂടി പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ കെ.സി. വേണുഗോപാലിനായിരിക്കും മുൻതൂക്കം. പക്ഷെ ഇവിടെ നോക്കൂ, പാർലമെന്റ് ജനാധിപത്യത്തിൽ, വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് ഷാഡോ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ.